നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പിടിച്ച് രോഗിയാക്കല്ലേ. ഒരു ദിവസത്തെ റെസ്റ്റ് അല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. ഒരു ദിവസത്തെ റെസ്റ്റ് എന്നാ? ഇനി മൊത്തം റെസ്റ്റ് മുത്തോണ്ണ. ദേ ആ വീണ ഭാഗമുണ്ടല്ലോ, മര്യാദ കനക്കാതെ വെച്ചില്ലെങ്കിൽ കൈ മൊത്തം സീനാവുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഓ എന്റെ പൊന്നെ, ഒരു ദിവസം മൊത്തം റൂമിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കരപ്പെട്ട ശിക്ഷയാണ് കേട്ടാ. മുത്തോണ്ണ, ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി തന്നെ, ഇന്ന് ഒരു ദിവസം നല്ല റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. ആ ഫോൺ എടുത്ത് വെച്ചേരെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. ശരി. പിന്നെ കൊച്ചമ്മ 11 മണിക്ക് ചായ കൊടുക്കണം. അത് ലക്ഷ്മി കുഞ്ഞിനെടുത്ത സുരഭിടുത്ത ഒന്ന് പറഞ്ഞേക്കോ. എന്റെ പൊന്നു മൊത്തോണ്ണ, ചായ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടവരെ കൊടുത്തോളൂ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം. അല്ല, കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം, പക്ഷെ കൊടുക്കാതിരിക്കരുത്. ഇവിടെ നിനക്ക് മനസ്സിലായില്ലേ, അണ്ണൻ ഒരു 5 മിനിറ്റ് പോലും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. ഇത്രയും ജോലി ചെയ്ത് നിൽക്കുന്ന ആളല്ലേ, അതിന്റെ മടിയായി കാണിക്കണത്. ശരി, നിങ്ങൾ ചെല്ല്. ഡോക്ടർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റൂല അണ്ണ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ വിളിക്കാം. പോരെ? ആ പോയിട്ട്. അമ്മ വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ഉണ്ടല്ലോ, പ്രശോഭേട്ടന്റെ അമ്മ എന്നെ സുരഭിയും താഴോട്ട് വിളിപ്പിക്കും. ഇന്നത്തെ പാചകങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വെക്കണം, എന്തൊക്കെ വെക്കണ്ട എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാൻ അമ്മയ്ക്കൊരു മെസ്സേജ് അയക്കും, കോൾ മീ, എന്നെ വിളിക്കാൻ. അന്നേരം അപ്പൊ തന്നെ എന്നെ വിളിക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു അത്യാവശ്യം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് എത്തണം. അങ്ങനെ പറഞ്ഞിട്ട് വേണം വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിളിക്കാൻ നേരത്ത് മുത്തോണ്ടൻ ആക്സിഡന്റ് നടന്ന കാര്യമൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കല്ലേ. അയ്യോ, അത്യാവശ്യമുള്ള കാര്യം. അച്ഛന് അറ്റാക്ക് ആണെന്നൊന്നും ഹോസ്പിറ്റലാണെന്നൊന്നും പറഞ്ഞ് വിളിച്ചേക്കരുത്. ഇതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് ചെയ്യണേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രശോഭേട്ടം വരെ ഞാൻ ഫോൺ വെക്കാൻ പോയി. പ്രശോഭേട്ടൻ അറിഞ്ഞ എന്ത്? ഇന്നത്തെ ഈ വീട്ടിലെ ഫുൾ പാചകം ഉണ്ടല്ലോ ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും സുരഭി. ചുമ്മാ അല്ലെന്ന്. ആ തീരുമാനം കൊള്ളാം. അല്ല, ഈ ഫുൾ പാചകം എന്ന് പറയുമ്പോ ഉച്ചക്കലത്തെ ഊണ്, വൈകുന്നേരത്തെ ചായ, 4 മണി പലഹാരം, പിന്നെ രാത്രിയിലത്തെ ഡിന്നർ, അതും വെറൈറ്റി സ്പെഷ്യൽസോടുകൂടി. അതെ, മുത്തോണ്ണൻ ഇങ്ങനെ വയ്യാതെ കിടക്കാൻ നേരത്ത് നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല നമുക്ക് മോശമല്ലേ? അയ്യോ എന്റെ ലക്ഷ്മി, നീ തന്നെ ഇതൊക്കെ പറയണത്? ഞാൻ തന്നെ. കൊള്ളാം, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഉച്ചക്ക് എന്താ സ്പെഷ്യൽ? അയ്യോ, അത് ഞാൻ പറയത്തില്ല. ഡൈനിങ് ടേബിൾ സർപ്രൈസ്. അതന്നെ. എന്റെ പിള്ളേരെ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുക, ഈ പാചക പരിപാടി നിങ്ങളെ കൊണ്ട് നടക്കുവോ? പിന്നെ അല്ലാതെ അമ്മ എന്തൊരു ചോദ്യം ചോദിക്കുന്നത്? ഉറപ്പായിട്ട് നടക്കും. പിന്നെ അമ്മ, എന്റെ അമ്മയടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അമ്മ എല്ലാം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവച്ചു തരും. അത് കൊച്ചമ്മണി എനിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതുമല്ല, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് സുരഭി. അങ്ങനെ ആണെങ്കിൽ എന്നാ കാര്യങ്ങളൊന്നും നടക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ആലോചന യോഗം കൊണ്ടിരുന്നാലേ നീങ്ങത്തില്ല. എവിടെയെങ്കിലും അങ്ങ് തുടങ്ങ. എന്നാ എന്താന്ന് വെച്ചാ ചെയ്. ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് സഹിച്ചാ പോരെ. അതാ ഞാനീ പറയുന്നത്. എന്നാ അങ്ങനെ ആട്ടെ. പിന്നെ അങ്ങനെ ആട്ടെ, സമയം കളയണ്ട. പിന്നല്ല, അത്രേ ഉള്ളൂ. വാ ചേച്ചി. അയ്യോ, അമ്മയാണല്ലോ. വെറുതെ വിളിക്കുകയായിരിക്കും സമയം കളയാൻ വേണ്ടിട്ട്. ഞാൻ എടുക്കുന്നില്ല. അല്ല, വെറുതെ വിളിക്കണോന്ന് നീ എങ്ങനെ അറിയുന്നത്? സംസാരിച്ചെങ്കിലല്ലേ വെറുതെ ആണോ അതോ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടോന്ന് അറിയാൻ പറ്റൂ. ആണല്ലേ? അങ്ങനെ ചുമ്മാ വിളിക്കുന്ന ആളല്ലല്ലോ അമ്മ. നോക്കാൻ തോന്നുന്നു. ഹലോ അമ്മേ. മോളെ, എന്താ? നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഇവിടെ മുത്തോണ്ണന് ആക്സിഡന്റ് ആയിട്ടേ വയ്യാതിരിക്കുക. എടി കൊച്ചേ, രാവിലെ മുതൽ എനിക്കൊരു തലയിറക്കം പോലെ. അയ്യോ, നീ പേടിക്കൊന്നും വേണ്ട, രാവിലെ തുടങ്ങിയതാ. അയ്യോ, എന്തുപറ്റി പെട്ടെന്ന്? അറിയില്ല മോളെ, ഹോസ്പിറ്റലിൽ പോവാതെ പറ്റില്ലെന്ന് തോന്നുന്നു. അയ്യോ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മുത്തോണ്ണന് വയ്യാത്തോണ്ട് ഇവിടുത്തെ അടുക്കള കാര്യങ്ങളൊക്കെ ഞങ്ങളാ ഇന്നിവിടെ ചെയ്യുന്നേ. ആണോ? ഹോസ്പിറ്റലിൽ പോണമെന്നുണ്ടോ? നീ വരണ്ട മോളെ, ഞാൻ തനിയെ പൊക്കോളാം. അയ്യോ അമ്മ, ഒരു കാര്യം ചെയ്യ, അപ്പുറത്തെ ശാരദാന്റി ഒന്ന് വിളിക്കാവോ? ഓ, ഇവിടെ എങ്ങും ആരുമില്ല. അയ്യോ, അച്ഛനും ഇല്ലാത്ത സമയമായിപ്പോയി. അമ്മ, ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഒരു മിനിറ്റ്, ഞാനിപ്പോ വിളിക്കാം. ഞാനൊന്ന് എന്തെങ്കിലും ഇവിടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഞാനൊന്ന് വരാൻ നോക്കാം കേട്ടോ. ശരി അമ്മ, ശരി ശരി.
നീ കൊച്ചേ അയ്യോ. നിന്റെ അമ്മയ്ക്ക് വയ്യാന്നും പറഞ്ഞല്ലേ ഈ വിളിക്കുന്നത് ആ എന്താന്ന് വെച്ചാ നീ പോയി അവരെ കൊണ്ട് ആശുപത്രിയിലോ എവിടാന്ന് വെച്ചാ പോയേച്ചുവാ അയ്യോ അമ്മ ഇപ്പൊ ഇവിടുത്തെ കാര്യം അതൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോളാം അത് സാരമില്ല ആണോ? പിന്നെ കൊള്ളാം എന്നാ ഞാൻ പോയിട്ട് വരാം. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ ആരും പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല നോക്കണോടാ. ഷോ ആശുപത്രി വരെ പോകാൻ മോള് കൂടെ വേണം എന്തോ സുനീത കൊച്ചമ്മയുടെ ആ ഒരു വിളിയിൽ എന്തോ ഒരു അപാകതയുണ്ട് അമ്മയ്ക്ക് തോന്നിയില്ലേ? എനിക്കും തോന്നി. എന്തെങ്കിലും ആവട്ടെ ശാപ്പാടിന്റെ കാര്യമൊന്നും അത്ര വലിയ മഹാപ്രശ്നമൊന്നുമല്ല പോയിച്ചു വരട്ടെ ഒരു ചായ കുടിക്കണമല്ലോ മുത്തുവേ അയ്യോ പാവം ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയപ്പോ അവന്റെ പേരാണ് നാവൻ തുമ്പത്ത് വരുന്നത് അതെന്താ ഞാൻ ചായ ഇട്ടൂലേ? ഞാൻ ചായ ഇട്ട് കൊണ്ടുവന്നിട്ടില്ലേ? ഇട്ട് തന്നിട്ടൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല അറിയാതെ എപ്പോഴും പതിവ് അതാണല്ലോ നീ മോന്ത വീർപ്പിക്കാതെ പോയി നല്ല ചായ ഇട്ടുണ്ടോ അമ്മയ്ക്ക് ചെല്ല് കേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.